ബി.ജെ.പി നേതാവ് ശ്രീ ഷോൺ ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ്, ഇവിടെ ഇടപാട് നടന്നത് BPL-ഉം ഒപ്പം KADB-യും തമ്മിലാണ്. കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ വ്യക്തിഹത്യക്കുള്ള ഒരു സംഘടിത നീക്കം, അത് തന്നെയാണ് കൂടുതൽ വ്യക്തമാകുന്നത്, അല്ലേ? ഈ വ്യക്തിഹത്യ നടത്തുന്ന ആളുകൾക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ മെസ്സി വരാത്തതിന് രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്തു? കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവരണമെന്ന് നമ്മൾ ഇവരോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. മെസ്സിയെ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ ആരും പരാതിയും പറഞ്ഞില്ല. മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞവർ മെസ്സി വരികയില്ലെന്ന് പറഞ്ഞപ്പോൾ അവർക്കെതിരെ വന്നൊരു സാധനത്തെ ഡൈവേർട്ട് ചെയ്ത് രാജീവ് ചന്ദ്രശേഖറിലേക്ക് വിടുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ നിലവിൽ എന്താണെങ്കിലും അവിടുത്തെ കർണാടക സർക്കാരിന്റെ സ്ഥലം വിറ്റ് അതും കൊണ്ട് ജീവിക്കേണ്ട ഗതികേടുള്ള ആളല്ല രാജീവ് ചന്ദ്രശേഖറിന്. ചുമ്മാ ഈ ആരോപണം ഉന്നയിച്ച ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അദ്ദേഹത്തെ പോലെ കഴിവും പ്രാപ്തിയുള്ള ഒരാൾ കേരള BJP-യുടെ തലപ്പത്ത് ഇത്ര ക്രിയാത്മകമായി ഇടപെടൽ നടത്തുന്ന കാണുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഒരു മുൻ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ അത് വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഇവിടുത്തെ കോൺഗ്രസിനും CPM-നും സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തെ കടത്തറപ്പിക്കാനും അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്താനും ഇന്നലെ ഉൾപ്പെടെ എന്താ പ്രശ്നം? ഇവിടെ കോൺഗ്രസ് ശബരിമല വിഷയത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തിലുള്ള വിഷയം ഇട്ടിട്ട് പോയി. ഇവിടെ മറ്റൊരു പ്രതിപക്ഷ കക്ഷികൾ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. പക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ എടുത്ത നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാതെ സെക്രട്ടേറിയറ്റ് ഉപരോധം ഉൾപ്പെടെ ശക്തമായ സമരപരിപാടികളുമായി നിലനിൽക്കും. അതായത് ഷോൺ ജോർജ്, ഇവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലായ പല ഘടകങ്ങളുമുണ്ട്. ഒന്നിനൊന്നായി ഇങ്ങനെ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട്, PM-ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട് അങ്ങനെ CPM-ൽ അല്ലെങ്കിൽ ഇടതു മുന്നണിക്കുള്ള അന്തചിത്രങ്ങളടക്കം പുറത്തു വരുന്ന ഒരു ഘട്ടത്തിൽ, അപ്പം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പൊതുസമൂഹം കൈയടിക്കുകയാണ് BJP-യുടെ ഓരോ നിലപാടുകളും. അതിനെ നേതൃത്വം വഹിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടലുകളൊക്കെയും അതിലെ ഒരു അസ്വസ്ഥത അത് തന്നെയാണ് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഇപ്പോഴും ആവർത്തിക്കുന്നത്, അല്ലേ? അല്ല, തീർച്ചയായിട്ടും. കാരണം ഈ കഴിഞ്ഞ ഒരു 6 മാസക്കാലത്തിനിടയിൽ അദ്ദേഹം വന്നതിന് ശേഷം നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു ഒരു പ്രകടമായ ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു. അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രി ആയിരുന്നുകൊണ്ട് തന്നെയും അദ്ദേഹത്തിനുള്ള കേന്ദ്ര തലത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ നിരവധി വിഷയത്തിൽ, അതായത് ഇപ്പോ കേരളത്തിന്റെ റെയിൽവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കേരളത്തിന്റെ ഹൈവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇതൊക്കെ വളരെ ക്രിയാത്മകമായ ഇടപെടൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ തന്നെ പാർട്ടിക്ക് ഉപരിയായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞു. അദ്ദേഹത്തിനെ വളരാൻ അനുവദിച്ചാൽ അത് കേരളത്തിൽ ഇന്ന് വരെയും ഒരു വിവാദം കഴിയുമ്പോൾ അടുത്ത വിവാദത്തിലേക്ക് മാറുന്നതല്ലാതെ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു അജണ്ട കഴിഞ്ഞ 10-20 വർഷമായി കേരളത്തിലില്ല. ആ വികസിത കേരളം എന്ന അജണ്ടയിൽ ചർച്ച നടത്തുന്ന രാജീവ് ചന്ദ്രശേഖരനെ മോശമാക്കാൻ ശ്രമിക്കുകയല്ലാതെ മറ്റാർക്കും ഇവർക്ക് ഒന്നും ചെയ്യാനില്ല. അത് അവർ ആസൂത്രിതമായി ചെയ്യുന്നു. അതിന് മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആളെ കൂട്ടുപിടിച്ചു, അത്രേ ഉള്ളൂ.